ശ്രീനേട്ടനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ എഴുത്തിൻ്റെ ഭാഗത്തായാലും അഭിനയത്തിൻ്റെ ഭാഗത്തായാലും സംവിധാനത്തിൻ്റെ ഭാഗത്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്താണ് അദ്ദേഹം നിൽക്കുന്നത്. എഴുത്തിനെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. അത്യപൂർവമായ ഒരെഴുത്ത്, സിനിമയ്ക്ക് വേണ്ടി എഴുതാൻ ജനിച്ച ഒരാളിൻ്റെ ഒരവസ്ഥയാണ്. അതായത് ശൂന്യതയിൽ നിന്നാണ് അദ്ദേഹം നർമ്മം കൊണ്ടുവരുന്നത്. ഒരു സിനിമയ്ക്ക് എഴുതാനിരിക്കുമ്പോൾ മിക്കവാറും ലൊക്കേഷനിൽ നിന്നാണ് എഴുത്തൊക്കെ. കഥയുടെ ഒരു ഔട്ട്ലൈൻ മാത്രം കാണും, ബാക്കി മനസ്സിൽ സീൻ ഓർഡർ ഉണ്ടാവും. അപ്പുറത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കും, ഇവിടുന്ന് എഴുതി കൊടുത്ത് വിട്ടുകൊണ്ടിരിക്കും. അത്തരം സിനിമകളാണ് അന്നത്തെയും ഇന്നത്തെയും സൂപ്പർ ഹിറ്റ് സിനിമകളായി മാറിയത്. അത് എങ്ങനെ ഒരാൾക്ക് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ശ്രീനേട്ടന് മാത്രമേ കഴിയത്തുള്ളൂ. എത്രത്തോളം സിനിമകൾ, സത്യനന്ദിക്കാട് കോമ്പിനേഷനിൽ വന്ന സിനിമകൾ, പ്രിയദർശൻ്റെ കോമ്പിനേഷനിൽ വന്ന സിനിമകൾ, പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഉന്നതനായ നടൻ്റെ ഏറ്റവും നല്ല ഒരു 50 സിനിമ നോക്കിയാൽ മിക്കവാറും അതിനകത്ത് 40 എണ്ണം ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ ശൈലിയിലേക്ക് വരാം. ആരും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചൊരു ശൈലിയല്ല, അദ്ദേഹം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ശൈലിയാണ്. കാരണം അദ്ദേഹം ഒരു ടിപ്പിക്കൽ ഫിഗറിൻ്റെ ഒരാളാണ്. ആ ഫിഗറിന് ഏതു തരം ആക്ടിങ് ചേരും, ഏതു തരം വർത്തമാന ശൈലി ചേരും എന്നുള്ളത് പുള്ളിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അഭിനയിക്കുന്ന സിനിമയിൽ ഡയറക്ടറായാലും എഴുത്ത് വേറെ ആളായാലും, പക്ഷേ ഒരു കാര്യമുണ്ട്, ശക്തമായ കഥാപാത്രങ്ങൾ മാത്രമേ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ, തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അവിടെയും അഭിനേതാവ് എന്നുള്ള നിലയിലും വ്യത്യസ്തത പുലർത്തിയിരുന്നു. ഇനി ഡയറക്ഷൻ, വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയ ശാമള. വടക്കുനോക്കി യന്ത്രം എന്ന് പറയുന്നത് സാധാരണ ചില പുരുഷന്മാരുടെ കോംപ്ലക്സ് മുഴുവൻ തുറന്ന് കാണിപ്പിച്ച് നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചൊരു സിനിമയാണ്. ചിന്താവിഷ്ടയായ ശ്യാമള, അതിനകത്ത് ഈ ചിന്ത എന്നൊരു വാക്ക് കിടക്കുന്നത് പോലെ തന്നെ ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ശ്യാമളയുടെ കഥയാണ്. ഒരു തൊഴിലും ചെയ്യാതെ ഭാര്യ സമ്പാദിച്ച് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടി ആഹാരം കഴിച്ച് കിടന്ന് ഉറങ്ങുന്നൊരു പുരുഷൻ്റെ ജീവിതമാണ് അതിനകത്ത് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മനോഹരമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ ശ്രീനേട്ടനെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയേണ്ടി വരും. പക്ഷേ എൻ്റെ നഷ്ടം എന്ന് പറയുന്നത്, എനിക്ക് ആ അത്യപൂർവമായ തിരക്കഥ എനിക്ക് എൻ്റെ സ്വന്തം സിനിമകളിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നൊരു നഷ്ടമുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ ശൈലി എൻ്റെ സിനിമകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നൊരു നഷ്ടവും എനിക്കുണ്ട്. ഒരുപാട് സങ്കടത്തോടെ ദുഃഖത്തോടെ ആ വേർപാട് ഞാനും സഹിക്കുന്നു. മലയാളികളും ഇവിടുത്തെ മീഡിയാസും ഒക്കെ അദ്ദേഹത്തിനോട് കാണിക്കുന്ന ആദരവും സ്നേഹവും ഒക്കെ കണ്ട് ആനന്ദിക്കുന്നു. കാരണം ഒരു കലാകാരൻ ഉണ്ടാക്കി വച്ചിട്ട് പോയ സൃഷ്ടികളുടെ റിസൾട്ടാണ് സ്നേഹമായിട്ടും ഇഷ്ടമായിട്ടും ബഹുമാനമായിട്ടും ആദരാഞ്ജലികളായിട്ടും മലയാളി അർപ്പിക്കുന്നത്.